അപ്പോഴേ ഇന്ന് മക്കൾക്ക് പൊതിയ കൊടുത്തു വിട്ടു കേട്ടോ. അച്ചാറൊന്നും ഇല്ല, ഇത്തിരി കൂട്ടാനേ ഉള്ളൂ. ഉള്ളത് വെച്ചൊരു ചെറിയ കുഞ്ഞി പൊതി അങ്ങ് കൊടുത്തുവിട്ടെ. ഇന്ന് സ്കൂളിൽ നിന്ന് അവർ കഴിക്കുന്നത്. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ പ്ലീസ്. അപ്പോഴേ രാവിലെ കുഞ്ഞുങ്ങളെയൊക്കെ വിട്ടിട്ട് മുറ്റത്ത് വന്ന് വായി നോക്കിയിരിക്കണം കേട്ടോ. ഒരുപാട് ജോലിയുണ്ട്, വീട്ടിൽ നോക്കുന്നതെല്ലാം ജോലിയാണല്ലോ. അപ്പോൾ എന്നാലും അത് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എന്തോ ഒരു മൂഡ് ഔട്ട് 2-3 ദിവസമായിട്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബറായ പറയാൻ പോലും അറിയില്ല രോഹിണി സുമേഷ് വന്നിട്ട്, രോഗു വന്നിട്ട്, എൻ്റെ പൊന്നു രോഗു വന്നിട്ട് ഒരുപാട് ചോദിച്ചു. എൻ്റെ രോഗിന് വേണ്ടിയിട്ട് ഞാൻ തിരിച്ചു വരും, എല്ലാവർക്കും വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ട്. രോഗു ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ എല്ലാവരെയും. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ രോഗു. ചില ദിവസങ്ങൾ അങ്ങനെയാണപ്പോൾ ജീവിതത്തിൽ നമുക്ക് വല്ലാത്ത നിരാശയും മടുപ്പൊക്കെ തോന്നും. എങ്കിലും നമ്മൾ ഓവർകം ചെയ്ത് അത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. അതുപോലെ ഹാപ്പി ആയിട്ടിരിക്കണം. മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുന്നതിലും സന്തോഷിപ്പിക്കാൻ എത്രയോ പേര് എന്തോരം വീഡിയോ ചിരിപ്പിക്കുന്നതൊക്കെ ചെയ്യുന്നത്, അതൊക്കെ കാണുമ്പോൾ എനിക്ക് കൊതിയാവാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സുകൾ, അടുക്കളയിലെ വിശേഷങ്ങൾ, അതൊക്കെ എനിക്ക് ഇടാൻ അറിയുള്ളൂ. പ്ലീസ് അതൊക്കെ കണ്ട് ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ പ്ലീസ്. എനിക്കറിയില്ല, ആഗ്രഹമുണ്ട്. അവരൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഒരുപാട് ആഗ്രഹമുണ്ട്. അവർക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ അറിയില്ല, സത്യം. അതിനുള്ള ബുദ്ധിയില്ല, ഇത് പഠിച്ചെടുക്കാനുള്ള ഒരു ഇതും വരുന്നില്ല. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. പക്ഷേ സപ്പോർട്ട് വരണം കേട്ടോ. അപ്പോഴേ എനിക്ക് ഇനി പിന്നെയും വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ. എൻ്റെ രോഹുവിനോട് ഒരുപാട് നന്ദി. എല്ലാവരോടും ഒരുപാട് നന്ദി.